ഹലോ, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അപ്പൂസിൻ്റെ രണ്ടാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ ആട്ടോ. കഴിഞ്ഞ കൊല്ലം അപ്പൂസ് കവടിയൊന്നും പിടിക്കാനായിട്ടില്ല ഇനി. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ചത് കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുക്കണം ഇനി. ചെക്കന് നല്ല സ്വഭാവമായിട്ട് ചെക്കൻ നിന്നില്ല. അതുകൊണ്ട് പിന്നെ കിട്ടി വെച്ച് ഞാൻ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഫുഡ് പ്രിപ്പറേഷനിലേക്ക് വന്നത്. ഇന്ന് ഞങ്ങളെ വീട്ടിലേക്ക് 2 ഗസ്റ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് സ്പെഷ്യലാക്കാൻ വിചാരിച്ചിട്ട് ചിക്കനും പച്ചക്കറി ഉപ്പേരി അതൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്നത്. മന്തി ബിരിയാണി ഒന്നും വേണ്ടെന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഈ വിധം ഫുഡിലേക്ക് കടന്നത്. അങ്ങനെ അമ്മ ദാ രാവിലത്തെ ഓരോരോ പരിപാടികളിലേക്കാണ്. അപ്പൂസ് ഉറങ്ങുന്ന സമയത്ത് വേണം ഞങ്ങൾക്ക് ഞങ്ങളെ പണികൾ തീർക്കാൻ. അങ്ങനെ അതുകൊണ്ട് തന്നെ വേഗം വേഗം ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രാവശ്യം ഞാൻ ചിക്കൻ കറി വെക്കുമ്പം ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടാട്ടോ ചെയ്തത്. നമ്മളെ തക്കാളി ഒന്ന് മിക്സിയിൽ അടിച്ചതിന് ശേഷമാട്ടോ ചേർക്കുന്നത്. വലിയ മാറ്റമൊന്നുമില്ല, സാധാ ചിക്കൻ കറി കൂട്ടുന്ന പോലെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. ഞാൻ ഉണ്ടാക്കിയതിൻ്റെ കുഴപ്പമാണോ എന്തോ പോട്ടെ. അങ്ങനെ ഇത് ഞങ്ങളെ നാട്ടിലേക്ക് ഈ ഒരു സാധനമില്ല. അപ്പോൾ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇതിന് കർമൂസ എന്നാട്ടോ പറയാം. ഇതിന് ഓരോ നാട്ടിലും ഓരോ പേരാണല്ലോ പറയുക. നമ്മളവിടെ എന്തായാലും കർമൂസ എന്നാ പറയുക. അപ്പോൾ അത് ഞാനൊന്ന് മിക്സിയിലിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്ത്, അപ്പോൾ കേബേജിൻ്റെ ഉപ്പേരി പോലെ ഉണ്ടാവും കേട്ടോ കാണാൻ. കഴിക്കുമ്പോൾ നമ്മൾ ആ കർമൂസ ഉപ്പേരി കഴിക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. പിന്നെ പച്ചക്കറി വെച്ച് ഇങ്ങനെ ഓരോന്നാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് വരാമെന്ന് പറഞ്ഞ ആൾക്കാർ വന്നത്. വേറെ ആരുമല്ല, എൻ്റെ മാമൻ്റെ മോനും അമ്മമ്മയാട്ടോ. അങ്ങനെ ഓരോട് വർത്താനൊക്കെ പറഞ്ഞ് ഇവർക്ക് ചായയൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ ബാക്കി പണികളിലേക്ക് കടന്നു. എല്ലാം കഴിഞ്ഞ ശേഷം അടുക്കളയിൽ ഒന്ന് സുന്ദരിയാക്കിയ ശേഷം നേരെ ഞാൻ മുകളിലേക്ക് കയറിട്ടോ. അടുക്കളപ്പണി മാത്രം ചെയ്താൽ പോരല്ലോ. അങ്ങനെ മുകളിൽ കയറി ഒരു വിധം തിരുമ്പിയതൊക്കെ ആറിട്ടതിന് ശേഷം കേട്ടോ പിന്നെ താഴേക്ക് ഇറങ്ങുന്നത്. ഇതാണ് ഞങ്ങളെ മുകളിലെ ഭാഗം കേട്ടോ. പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. ഞാൻ ചെറിയൊരു ഭാഗം ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. ഇനിയും കുറേ പണികളൊക്കെ ഉണ്ട്. ഒരു പണിയും കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയാം. ജസ്റ്റ് ഒന്ന് വാർപ്പ് കഴിച്ചിട്ടേ ഉള്ളൂ ഞങ്ങൾ. അങ്ങനെ നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.